കോതമംഗലം ഭൂതത്താൻകെട്ട് തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ കാടുകയറിയ നാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. തൃശൂരിൽ നിന്നുള്ള 8 അംഗ എലിഫന്റ് സ്ക്വാഡും വനപാലകരും ചേർന്നാണ് പുതുപ്പള്ളി സാധു എന്ന ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു പ്രകാശ്, ഗുഡ് മോർണിംഗ്. ഈ ആനയ്ക്കായുള്ള തെരച്ചിൽ ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ആനയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ 6:30 ആരംഭിച്ചിട്ടുണ്ട്. ഈ ആന ഇന്നലെ വൈകിട്ടോടെയാണ് കാട് കയറിയത്. പുതുപ്പള്ളി സാധു എന്ന ആന ഇവിടെ കോതമംഗലം തുണ്ടം റേഞ്ച് ഓഫീസിന് സമീപത്തുള്ള വനമേഖലയിൽ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു ഈ ആന. അതിലൊരു 5 ആനയുടെ സംഘം ഉണ്ടായിരുന്നു. ഈ 5 ആനകളുടെ ഒരു ഷൂട്ടാണ് ഈ ഭാഗത്ത് നടന്നിരുന്നത്. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഒരു ആനയുമായി ഒരു ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. പിന്നീട് ഈ പുതുപ്പള്ളി സാധു കാട്ടിലോട്ട് കയറുകയായിരുന്നു. ആനയ്ക്കായി ഇന്നലെ രാത്രി തെരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും വനപാലകർ അടക്കമുള്ളവർ എത്തി തെരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും രാത്രിയിലെ ഇരുട്ട് കാരണം ഈ തെരച്ചിൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആനയെ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. ഒരു വളരെ കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ കാട് നിറഞ്ഞ പ്രദേശത്ത് ഈ ആനയെ കണ്ടെത്താൻ രാത്രി ഇരുട്ടുമാണ്. ഈ പ്രദേശം അറിയാണ്ട് ഒരു ആനയെ കണ്ടെത്തുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ ഇപ്പോൾ 6:30 തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഒരു 50 പേർക്കിടെ സംഘം അടങ്ങുന്ന ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. ഇതിൽ വനപാലകരുണ്ട്, തൃശ്ശൂരിൽ നിന്നെത്തിയ പ്രത്യേക എലിഫന്റ് സ്ക്വാഡ് ഉണ്ട്, പിന്നെ മൂന്നാറിൽ നിന്നും RRT ഉൾപ്പെടെയുള്ള സംഘങ്ങൾ എത്തിയാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൂടാതെ ഉടമയും മറ്റു പാപ്പാമാരും അവരുടേതായ രീതിയിലും ഒരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിനുവേണ്ടി നാട്ടുകാരടക്കമുള്ളവരുടെ, ഈ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരടക്കമുള്ളവരുടെ ഒരു സേവനം ഇവർ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ നിലവിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ കാടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഈ പുറമേ നിന്ന് എത്തുന്നവർക്ക് ഈ കാട്ടിൽ എത്തി ഒരു പരിശോധന നടക്കുന്നത് പ്രായോഗികമായ ചില പോയിട്ടില്ല എന്ന് ഉറപ്പാണോ? ഉൾക്കാട്ടിലോട്ട് പോയിട്ടില്ല. ആന ഏത് ദൂരം വരെ പോയി എന്നുള്ളത് ഇവർക്ക് ഇപ്പോൾ കണ്ടെത്താൻ ആയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ കാടുകളിലോട്ട് കയറിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തെരച്ചിലൂടെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ നമുക്കൊരു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടും. ഈ വനത്തിനുള്ളിലായതുകൊണ്ട് റേഞ്ചിന്റെ അടക്കമുള്ള ഏതാനും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വളരെ ഒരു നിബിഡ വനത്തിനുള്ളിലൊക്കെ തെരച്ചിൽ സാധ്യമാണോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ മോത്തി? ഈ നിബിഡ വനമായതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ളൊരു അന്വേഷണം, ട്രാക്കിംഗ് സംവിധാനം അത് സാധ്യമാണോ വിഷ്ണു? ഡ്രോൺ ഉപയോഗിച്ചുള്ള സംവിധാനത്തിൽ നമുക്ക് ആനയെ കണ്ടെത്താനാകുമെന്നാണ് ഇവർ കരുതുന്നത്. എന്നാൽ ആനയ്ക്ക് മറ്റുള്ള റേഡിയോ കോളർ അടക്കമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആന കൃത്യമായി എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ആനയുടെ ദേഹത്തിന് നാട്ടാന ചട്ടമനുസരിച്ച് ആനയുടെ ദേഹത്ത് ചെറിയൊരു മൈക്രോ ചിപ്പുണ്ട്. എന്നാൽ ഈ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡ്രോൺ ഉപയോഗിച്ച് ക്യാമറ കൊണ്ടുള്ള നിരീക്ഷണങ്ങളിൽ അതുവഴി നമുക്ക് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തെരച്ചിലാണ് ഇപ്പോൾ വനപാലകർ അടക്കമുള്ള സംഘം ഡ്രോൺ ഉപയോഗിക്കുന്നത്. കൂടാതെ നാട്ടുകാരുടെ സേവനം ഇതിൽ ഏറെ നിർണായകമാകാനൊരു സാധ്യതയുണ്ട്. കാരണം കാടും പരിസരവുമായി അവർക്ക് ധാരണയുള്ള ഒരു പറ്റം നാട്ടുകാരും ഇപ്പോൾ ഈ സംഘത്തോടൊപ്പം കാട്ടിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റുള്ള റേഡിയോ കോളർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് അത് സാധാരണ നാട്ടാനകൾക്ക് അതൊരു ശീലമുള്ള കാര്യമല്ല. പക്ഷേ ഒരു ചിപ്പുണ്ട്. പക്ഷേ ആ ചിപ്പ് വെച്ചിട്ട് ആ ചിപ്പ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ആനയെ ട്രാക്ക് ചെയ്യാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ ഈ ചിപ്പ് വെച്ചിരിക്കുന്നത് മിക്കവാറും എല്ലാ നാട്ടാനകളിലെയും ദേഹത്ത് ചിപ്പ് വച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചിപ്പിൽ നിന്ന് ആനയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുക, അല്ലേ? ഉടമയാര്, ആനയുടെ മറ്റ് വിവരങ്ങളൊക്കെ? അതെ, അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള യാതൊരു മാർഗവും നിലവിൽ ആനയുടെ ദേഹത്തില്ല. ആനയെ തന്നെ നമ്മൾ തന്നെ നേരിട്ടിറങ്ങിയും മറ്റ് ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലൂടെ കണ്ടെത്തി ലൊക്കേറ്റ് ചെയ്ത് അത്തരത്തിലാണ് ആനയിലോട്ട് എത്താനുള്ളൊരു സാഹചര്യം കാണുന്നുള്ളൂ. ഏതായാലും ഈ കാടിനെ പറ്റി ഈ ആന നാട്ടാന ആയതുകൊണ്ടും കാട്ടിൽ മറ്റുള്ള കാട്ടാനകൾ ഏറെയുള്ള ഈ പ്രദേശമാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഒരു പരിധി വിട്ട് ഇവർക്ക്
ഒരു പരിധി വിട്ട് ഇവർക്ക് ഈ ആന അധികം ദൂരം കാട്ടിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് മാത്രം അധികം പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അത്തരത്തിൽ ഈ ആളുകളും വനപാലകരും അടക്കമുള്ളവർ നടത്തുന്ന ഒരു തെരച്ചിലിൽ ഒരുപക്ഷെ ആനയെ കണ്ടെത്താൻ സഹായിക്കും. ഈ ഷൂട്ടിംഗ് സംഘം ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നുണ്ടോ? കാരണം അവർ അതിന്റെ സജ്ജീകരണങ്ങളിലായിരുന്നിരിക്കുമല്ലോ. അതെ, കഴിഞ്ഞ ഒരു ആഴ്ചയായി ഈ പ്രദേശത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വണ്ടികളാണ് ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത്. ശ്രീലങ്കൻ നേവിയുടെ അടക്കമുള്ള ഒരു വണ്ടിയാണ് കാണുന്നത്. അത് സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായി ഇവിടേക്ക് എത്തിച്ചതായിരുന്നു. ഏകദേശം ഒരു ആഴ്ചയായിട്ട് തെലുങ്കിലെ വിജയ് ദേവരകൊണ്ട നായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു പിന്നാലെ ഷൂട്ടിംഗ് സംഘം ഈ പ്രദേശത്ത് നിന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു മടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവർ കേരളം ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഷൂട്ടിംഗ് തൽക്കാലം ഈ ആന കാട് കയറി പോയ സാഹചര്യത്തിൽ ഷൂട്ടിംഗ് തൽക്കാലം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ആനകളെ കൊണ്ടുള്ള ഷൂട്ടിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് ഒരു 4:30-5 മണിയോടെ കൂടിയാണ് ഈ ആനകൾ എത്തുന്നതും ഷൂട്ടിങ്ങിന്റെ ഭാഗമായി തന്നെ ആനയുടെ ദേഹത്തുണ്ടായിരുന്ന ചെങ്ങലകളും മറ്റും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു 2 ആനകൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പിന്നീട് പുതുപ്പള്ളി സാധു എന്ന ആന ഭയന്ന് കാട്ടിലോട്ട് കയറി പോയിരിക്കുന്നതും. ഈ ആനയെ ലഭ്യമാകുന്നതിന് അല്ലെങ്കിൽ ആനയെ കിട്ടുന്നതിന്റെ തെരച്ചിലിന്റെ ഭാഗമായിട്ട് സംഘം തിരിഞ്ഞുള്ള ഒരു അന്വേഷണമാണോ ഇപ്പൊ നടക്കുന്നത് ഈ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും? അതോ എല്ലാ സംഘത്തിലും നാട്ടുകാരുടെ സേവനം കൂടി ഉൾപ്പെടുത്തുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഏർപ്പെട്ടിരിക്കുന്നത് വനപാലകരുടെ ഒരു സംഘമുണ്ട്. പിന്നീട് ആന ഉടമയും അവർ ഒരു സംഘമായി വന്ന് അവർക്കിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ RRT ഉൾപ്പെടെയുള്ള ടീമുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള എലിഫന്റ് സ്ക്വാഡിന്റെയും ഒരു സേവനമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ വനപാലകർക്കും സ്വാഭാവികമായും ഈ കാടിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് അവർ അവരുടേതായ രീതിക്ക് ആകും ഈ അന്വേഷണം നടത്തുന്നത്. പിന്നീട് ഈ ഉടമകളുടെ ഒപ്പമുള്ള ഒരു സംഘവും അവരുമാണ് ഈ നാട്ടുകാരുടെ സേവനം ഉൾപ്പെടെയുള്ള കാട് അറിയാത്ത അത്തരത്തിലുള്ള ആളുകളാണ് ഈ നാട്ടുകാരെ അടക്കമുള്ള സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ നടത്തുന്നത് ഈ വനത്തിൽ. സ്വാഭാവികമായും വനപാലകർക്ക് ഈ ഫോറസ്റ്റ് റേഞ്ച് ഇപ്പോൾ നമുക്ക് മലയാറ്റൂർ ഡിവിഷന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ തന്നെ തുണ്ടം റേഞ്ച് ഓഫീസിന് സമീപത്താണ് ഇത്തരത്തിലൊരു ആന കാട്ടിലോട്ട് കയറി പോകാനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വനപാലകരുടെ സംഘത്തിനും RRTക്കും ഏകദേശം കാടിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് അവർ അവരുടെ ഒപ്പമല്ലാതെ മുതലാളിമാർക്കിടെ ഒപ്പമുള്ള ആ ഒരു സംഘമാണ് ഇപ്പോൾ നിലവിൽ നാട്ടുകാർക്കിടെ അടക്കമുള്ള സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോത്തി, ശരി. പക്ഷെ നമുക്ക് ഈ ആന ഇപ്പോഴും ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടില്ല എന്നൊരു വിവരമാണല്ലോ ലഭിക്കുന്നത്. അത് ഫോറസ്റ്റ് വകുപ്പുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ വിവരമാണോ? ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് ഏത് തരത്തിലാണ് അവർ ഉറപ്പിക്കുന്നത്? ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ്, അതായത് ഈ ആനയ്ക്ക് ഒരുപക്ഷെ ഈ കാട്ടിലടുത്ത് ഏറെ പരിചിതമില്ലാത്ത ഒരു ഇതാണ്. നാട്ടിൽ തന്നെ കുറേ വർഷങ്ങളായി ഇപ്പോൾ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഒരു 10-16 വർഷമായിട്ട് കേരളത്തിൽ ഈ ഉടമയുടെ ഒപ്പമുള്ള ഒരു ആനയാണ്. അപ്പോൾ നാട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ചട്ടങ്ങൾ നാട്ടാനയ്ക്ക് വേണ്ട ഒരു ചട്ടങ്ങളും എല്ലാം ശീലമാക്കിയിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ കാട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അത്തരത്തിൽ അങ്ങനെ കയറി പോകാനായിട്ടുള്ള ഒരു സാധ്യത വിരളമാണ്. കൂടാതെ കാട്ടാനകൾ ധാരാളമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ. ഈ ഭാഗത്തെല്ലാം ചുറ്റും കാടുകളാണ്. അതുപോലെ കാട്ടാനകൾ ധാരാളമായിട്ട് ഈ ഭാഗത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് ആനകൾ ഈ കയറിയിരിക്കുന്ന പുതുപ്പള്ളി സാധുവിനെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആന ഒരു തരത്തിൽ അധികം ഉൾക്കാട്ടിലോട്ട് പോകാൻ സാധ്യതയില്ല എന്നാണ് വനപാലകർ പറയുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ വനപാലകർ എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് അവർ ആ ഒരു ഫൈൻഡിങ്സിന്റെ അത്തരത്തിലുള്ളൊരു നിഗമനത്തിന്റെ പുറത്താണ് അവർ ഈ ആന ഉൾക്കാട്ടിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് പറയുന്നത്. ശരി വിഷ്ണു.